അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, റൂട്ട് ഓഫ് 225 ഈക്വൽ ടു 15 ആയാൽ റൂട്ട് ഓഫ് 0.00000225 ഡിവൈഡഡ് ബൈ 15 എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് പോയിന്റ് ഉള്ള സംഖ്യയെ 10 എന്നുള്ള ഫോമിലേക്ക് മാറ്റാനും അതുപോലെ 10 മൈനസ് എന്നുള്ള ഫോമിലുള്ള സംഖ്യയെ പോയിന്റിലേക്ക് മാറ്റാനും അറിയണം. ഓക്കെ, അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് അറിയാവുന്ന ആളുകളാണെങ്കിൽ പിന്നെ ബാക്കി കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 0.00 എന്നുള്ളതിന് നമ്മൾ ആദ്യം 225 ഇൻറ്റു 10⁻⁸ എന്ന് എഴുതി ബൈ 15 ആണ്. 225 പുറത്ത് വരുമ്പോൾ ഒരു 15 വരും. ആ 15ഉം ഈ 15ഉം തമ്മിൽ വെട്ടും. അപ്പോൾ 15 225 ഉടനെ വെട്ടി 10⁻⁸ നമുക്ക് 10⁻⁴ ഹോൾ സ്ക്വയർ എന്ന് എഴുതി അതും റൂട്ടും തമ്മിൽ വെട്ടി ബാക്കി 10⁻⁴ ഈക്വൽ ടു 0.001. ഇതാണ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ചെയ്തു നോക്കാം. അപ്പൊ ഇതിനകത്ത് ആദ്യം ഞാൻ പറഞ്ഞു പോയിന്റിനെ മാറ്റാൻ പഠിക്കണം. അതായത് റൂട്ടിനകത്ത് എന്തുണ്ട്? 0.00000225 ഉണ്ട്, ബൈ 15 ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 5 6 7 8 സ്ഥാനമുണ്ട്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 225 ഇൻറ്റു 10⁻⁸ എന്ന് എഴുതാം. അതായത് പോയിന്റ് ഇല്ലാത്ത കേസിൽ ഏതാണോ നമ്പർ ബാക്കി വരുന്നത് അത് ആദ്യം എഴുതി, പിന്നെ എത്ര പോയിന്റ് ആണോ നമ്മൾ ടോട്ടൽ ഒഴിവാക്കിയത് അത് 10⁻⁸ മൈനസ് ആ നമ്പർ കൊടുത്തു. 8 പോയിന്റ് ആയതുകൊണ്ട് -8 കൊടുത്തു ബൈ 15. ഇനി 225നെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ടിന്റെ പുറത്തേക്ക് എടുക്കാം. അത് ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റൂട്ട് 225 ഈക്വൽ ടു 15 ആണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? ആ റൂട്ട് 225ന് പകരം 15 എഴുതി. റൂട്ടിനകത്ത് എന്തുണ്ട്? 10⁻⁸ ഉണ്ട്, താഴെ ഒരു 15 ഓൾറെഡി ഉണ്ട്. ഈ 15ഉം തമ്മിൽ വെട്ടി. ഇനി ബാക്കിയുള്ളത് റൂട്ട് ഓഫ് 10⁻⁻8. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, പോയിന്റ് ഉള്ളതിനെ 10⁻⁻ എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ അറിയണം. ഈ 10⁻⁻ ഉള്ളതിനെ തിരിച്ച് പോയിന്റ് ഉള്ള ഫോമിലേക്കും എഴുതാൻ അറിയണം. ഇതിന്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഇനി ആവശ്യമുള്ളത്. അപ്പൊ 10⁻⁻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ 8ന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് പാർട്ടാക്കണം. പാർട്ടാക്കെന്ന് പറഞ്ഞാൽ 8നെ നമുക്ക് 4 ഇൻറ്റു 2 എന്ന് എഴുതണം. അപ്പോൾ 10⁻⁻4 ഇൻറ്റു 2 എന്ന് എഴുതി. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ a⁻m എന്നുള്ളൊരു സംഭവം നമ്മുടെ ഇക്വേഷൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? a⁻m n എന്ന് എഴുതാം. എന്തിനാണ് ഇത് എഴുതുന്നത് ഇപ്പൊ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ a⁻mn-നെ a⁻m എന്ന് എഴുതുന്നത് പോലെ 10⁻⁴ ഇൻറ്റു 2നെ നമുക്ക് എങ്ങനെ എഴുതാം? 10⁻⁴ എന്ന് എഴുതാം. ഇത് m-ഉം ഇത് n-ഉം ആണെങ്കിൽ ആ m ഇൻറ്റു n-നെ m⁻n എന്നുള്ള രീതിയിൽ എഴുതി, എന്നിട്ട് ആ റൂട്ട് അവിടെ തന്നെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു റൂട്ട് ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അത് തമ്മിൽ ക്യാൻസൽ ആയി പോയിക്കോളും. ബാക്കി എന്ത് വരും? 10⁻⁻4 വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിതിനെ 10⁻⁻4 ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നത് പോലെ തന്നെ 10⁻⁻2 ഹോൾ⁴ എന്നും എഴുതാം. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതിയില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ സ്ക്വയറും ആ റൂട്ടും തമ്മിൽ ക്യാൻസൽ ആയി പോകണം. ഇങ്ങനെ എഴുതിയാലും ക്യാൻസൽ ആയി പോവും. പക്ഷെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ 2 മേലെ എഴുതും, എന്നിട്ട് റൂട്ടിനെ വെട്ടും. ഓക്കെ, അപ്പൊ ബാക്കി എന്തുണ്ട്? 10⁻⁻4 ഉണ്ട്. റൂട്ടും സ്ക്വയറും തമ്മിൽ വെട്ടി ബാക്കി 10⁻⁻4 ഉണ്ട്. ഇനി 10⁻⁻4 ഇതല്ലല്ലോ, നമ്മൾ ഓപ്ഷൻ ഉള്ളതൊക്കെ പോയിന്റ് ഉള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ 10⁻⁻4 എന്നുള്ളതിന് നമുക്ക് പോയിന്റ് എന്നുള്ള രീതിയിൽ എഴുതണം. അത് പോയിന്റ് എന്നുള്ള രീതിയിൽ എഴുതണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 1 ഇടണം. പിന്നെ എത്രയാണോ പവർ അത്രയും നമ്പർ ടോട്ടൽ വരുന്ന രീതിയിൽ 0 ഇട്ട് കൊടുക്കണം. ടോട്ടൽ 4 എണ്ണമാണ്. അപ്പൊ 1 ഇവിടെ ഉണ്ട്. അപ്പൊ 3 0, 1 2 3 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. 0.000 അല്ല 3 0 ഒരു 1 0.0001. ഇതാണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്.
ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.